നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ സീസണിൽ ഫ്രഞ്ച് ക്ലബ്ബായ മൊണാക്കോക്ക് വേണ്ടി ഗംഭീര പ്രകടനം പുറത്തെടുത്ത താരമാണ് വിസാം ബെൻ യെഡർ. അദ്ദേഹം 34 മത്സരങ്ങളാണ് കഴിഞ്ഞ സീസണിൽ മൊണാക്കോക്ക് വേണ്ടി കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 20 ഗോളുകളും 2 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഫ്രഞ്ച് ദേശീയ ടീമിന് വേണ്ടിയും ഇദ്ദേഹം കളിച്ചിട്ടുണ്ട്. 6 മത്സരങ്ങളിൽ നിന്ന് 1 ഗോളും 1 അസിസ്റ്റും യെഡർ സ്വന്തമാക്കിയിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ കരിയർ ആകെ അവതാളത്തിലായിട്ടുണ്ട്. താരം ഒരു ലൈംഗികാതിക്രമ കേസിൽ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നീസിലെ ഒരു കോടതി അദ്ദേഹത്തിന് ശിക്ഷ വിധിക്കുകയും ചെയ്തിട്ടുണ്ട്. 2 വർഷത്തെ സസ്പെൻഡഡ് തടവ് ശിക്ഷയാണ് അദ്ദേഹത്തിന് വിധിച്ചിട്ടുള്ളത്. അതായത് അദ്ദേഹത്തിന് ഈ ഒരു തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നേക്കില്ല എന്നുള്ളതാണ്. കൂടാതെ ഫൈനും ഇദ്ദേഹത്തിന് ചുമത്തപ്പെട്ടിട്ടുണ്ട്. 6500 യൂറോ നഷ്ടപരിഹാരമായിക്കൊണ്ട് ഇരക്ക് അദ്ദേഹം നൽകേണ്ടതുണ്ട്. ഇതിനു പുറമെ 5000 യൂറോ ഫൈനായിക്കൊണ്ട് ചുമത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെ 6 മാസത്തേക്ക് ഡ്രൈവിംഗ് ബാൻ കൂടി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇത്രയധികം ശിക്ഷകളാണ് ഈ കേസിൽ മാത്രമായിക്കൊണ്ട് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. പറയാൻ കാരണം താരത്തിനെതിരെ മറ്റൊരു ലൈംഗികാതിക്രമ കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയാൽ വേറെയും ശിക്ഷാ നടപടികൾ അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നേക്കും എന്നുള്ളതാണ്. മുൻപ് താരത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും സൈക്കോളജിക്കൽ വയലൻസിന് കേസ് നൽകിയിരുന്നു. അങ്ങനെ എപ്പോഴും വിവാദങ്ങളിൽ അകപ്പെട്ടിട്ടുള്ള ഒരു ഫ്രഞ്ച് താരമാണ് യെഡർ. നിലവിൽ അദ്ദേഹം ഫ്രീ ഏജൻ്റാണ്. ഈ ഒരു കേസ് കാരണത്താൽ അദ്ദേഹത്തിൻ്റെ ക്ലബ്ബായ മൊണാക്കോ അദ്ദേഹത്തെ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു പഴയ പ്രൊഫഷണൽ കരിയർ തിരിച്ചു പിടിക്കുക എന്നത് യെഡറിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുമെത്താം.